അതുകൂട്ടി എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയാവോ? ചേട്ടൻ സ്കൂള് വിട്ട് വന്നു കേട്ടോ. പക്ഷേ കുഞ്ഞുവാവേനെ മൈൻഡ് ചെയ്തില്ല. ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല മൈൻഡ് ചെയ്യാത്തതിന്. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ചേട്ടൻ മൈൻഡ് ചെയ്തില്ലേലും. ചേട്ടൻ നോക്കിയില്ലേലും മൈൻഡ് ചെയ്തില്ലേലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അമ്മയുടെ കൊച്ചിനും ഒരു കുഴപ്പമില്ല. ഉണ്ണി വന്നിട്ട് മിണ്ടാതിരിക്കുവാണേ. അതിനാ വടിയെടുത്ത് അവൻ്റെ രണ്ടും കൊടുത്താലോ? സന്തോഷമായിടാ നിന്നെ തല്ലാന്ന് പറഞ്ഞപ്പോൾ. കുഞ്ഞാവേ ഉണ്ണിക്കുട്ടൻ വന്നപ്പോൾ അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛനോട് സംസാരിച്ചു. അപ്പോൾ ചേട്ടൻ മൈൻഡ് ചെയ്തില്ല. അല്ലെങ്കിൽ വന്നോടനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ അതിൻ്റെയാ. ഏട്ടാ ചേട്ടൻ മൈൻഡ് ചെയ്യാതിരിക്കാതെ. ചേട്ടൻ മൈൻഡ് ചെയ്തു. ചേട്ടൻ മൈൻഡ് ചെയ്തു. ചേട്ടൻ മൈൻഡ് ചെയ്തു. ഇനിയിപ്പോൾ എന്നതാ ഒരു ഉമ്മയും കൂടി തന്നാൽ പ്രശ്നം കഴിഞ്ഞു. ഇവിടെ ഒരു ഉമ്മേൻ്റെ പ്രശ്നം കൂടി ഇവിടെ ഉള്ളൂ. ചേട്ടൻ മൈൻഡ് ചെയ്യാത്തതിന് ഒരു ഉമ്മയും കൂടി തന്നിട്ടുണ്ടായാലും ഇവിടെ പ്രശ്നം കഴിഞ്ഞു. പ്രശ്നം കഴിഞ്ഞേ കഴിഞ്ഞല്ലോ. ഞാൻ പോട്ടെ എന്നാ. കൂടെ വരുവാ. വാ നമുക്ക് പോവാം. ചേട്ടൻ്റെ അടുത്ത് പോവുകയാണേ. അപ്പോൾ ശരി കേട്ടോ കുഞ്ഞുവാവ ചേട്ടൻ്റെ അടുത്ത് പോട്ടെ.